ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് അടയവിയൽ. ഇത് തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ടിഫിൻ ഐറ്റം ആണ്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഈ അടദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ മാവ് അരയ്ക്കണ മാതിരി അരച്ച് വെച്ച് ഒരു 8 hours ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു 4 മണിക്കൂർ ഈ പരിപ്പുകളൊക്കെ കുതിർത്തി വെച്ച് അരച്ചതിന് ശേഷം നമുക്ക് ഉടനെ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെയാണ്: 1/2 കപ്പ് ഇഡ്ലി അരി. ഇഡ്ലി അരിക്ക് പകരം നിങ്ങൾക്ക് സോണ മസൂരിയോ അല്ലെങ്കിൽ പൊന്നിയോ എടുക്കാവുന്നതാണ്. 1/2 കപ്പ് ഇഡ്ലി അരിക്ക് 1/4 കപ്പ് തോരംപരിപ്പ്, 1/4 കപ്പ് ചെറുപരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അരിയും പരിപ്പും ഒക്കെ നല്ലോണം കഴുകി ഒരു 4 മണിക്കൂർ വരെ ഇത് കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂറായി. ഇനി നമുക്ക് മാവ് അരച്ചെടുക്കാം. മാവ് അരയ്ക്കുമ്പോൾ കൂടെ ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ: കുറച്ച് വെളുത്തുള്ളി, പെരുങ്കായം, ജീരകം, ചുമന്ന മുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അടയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ നല്ലോണം കോസായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒരിക്കലും അരയ്ക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് ഇത് ഒരുമിച്ചോ അല്ലെങ്കിൽ ബാച്ച് ആയിട്ടോ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാവ് അരച്ചു കഴിഞ്ഞു. ഈ അടദോശയ്ക്ക് എപ്പോഴും നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്, അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഓൾസോ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, നല്ലോണം തരിതരിന്നിരിക്കണം. നല്ല കോസ്റ്റ്ലി വേണം ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അട ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് സവാള, കറിവേപ്പിലയൊക്കെ ചേർക്കും. ഇത് ഓപ്ഷണലാണ്. വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ മുരിങ്ങയുടെ ഇലയും ചേർക്കാം, നല്ല സ്വാദായിരിക്കും. ഓൾസോ എപ്പോഴും സവാളയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് മാവ് മാറ്റിയിട്ട് അതിലേക്ക് വേണം സവാള ചേർക്കാൻ. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടായതിന് ശേഷം ഒരു 1.5 കയ്യിൽ മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടദോശ അധികം പരത്തേണ്ട ആവശ്യമില്ല. ഒന്നാമത് പരത്താനും കുറച്ച് പാടായിരിക്കും, അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 to 4 minutes കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 3 to 4 minutes ആയി. ഇത് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 4 minutes നമുക്കിത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഈ അടദോശ വേവാൻ കുറച്ച് സമയം എടുക്കും. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ പരിപ്പൊക്കെയാണ് ചേർത്തേക്കണേ. അപ്പോൾ 2 സൈഡും നല്ലോണം മുരിഞ്ഞു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കിത് വാങ്ങാം. ഇപ്പൊ നമ്മളുടെ അട റെഡിയായി. ഇനി നമുക്കിതിന്റെ കോമ്പിനേഷനായ അവിയൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ അവിയലിന് വേണ്ടിയുള്ള എല്ലാ കഷ്ണങ്ങളും ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണത് കുറച്ച് ക്യാരറ്റ്, പടവലങ്ങ, ചേന, കായ, അച്ചിങ്ങ, വെള്ളരിക്ക എല്ലാം നീളത്തിൽ ഒരേ സൈസിൽ നുറുക്കിയാണ് എടുത്തേക്കണത്. ഈ പച്ചക്കറികളൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ, ജീരകം, പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എല്ലാം ചേർത്ത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഈ അടയ്ക്ക് ഉണ്ടാക്കുന്ന അവിയൽ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവിയലിനേക്കാളും. ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കില്ല, അപ്പോൾ ഒരു വൈറ്റ് കളറിലാണ് ഈ അവിയൽ ഇരിക്കുക. പിന്നെ അവസാനം നമ്മൾ ഇതിൽ തൈരാണ് ചേർക്കണത്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം അടുത്തത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർക്കാൻ പോണത്. തേങ്ങ ചേർത്ത് നല്ലോണം ഇളക്കി നമുക്കൊരു മിനിമം 5 minutes ഇത് മൂടി വെച്ച് വേവിക്കാം, ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ പോണ വരെ. ഇപ്പോൾ ഒരു 5 minute കഴിഞ്ഞു. തേങ്ങയുടെ പച്ചമണമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോണത് തൈരാണ്. തൈര് ചേർക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്റ്റൗ വളരെ ചെറുതിൽ വെച്ചിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. കട്ട തൈര് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്ത് വേണം ചേർക്കാനായിട്ട്. ഓൾസോ ഈ തൈര് കൂടുതലായിട്ട് പുളിക്കാൻ പാടില്ല, ഒരു ചെറിയ പുളി മാത്രമേ പാടുള്ളൂ. അധികം പുളിയുള്ള തൈര് ഈ ഡിഷിന് ശരിയാവില്ല. തൈര് ചേർത്ത ഉടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മളുടെ അവിയലും റെഡി ആയി കഴിഞ്ഞു. ഞാനിത് ഇവിടെ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് ബട്ടറും അടയുടെ മുകളിൽ വെച്ചാണ് സെർവ് ചെയ്തേക്കണത്. നമുക്ക് ചെന്നൈയിലെ ഹോട്ടൽസിലെല്ലാം ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്